നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പണം തിരികെ കിട്ടാനായിട്ടുള്ള കാത്തിരിപ്പ് നീണ്ടുപോകാൻ കാരണം ബാങ്കിന്റെ നടപടികളെന്ന സൂചന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്നറിയിച്ചിട്ടും ബാങ്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ഹാരിസൺ മലയാളം മുപ്ലി എസ്റ്റേറ്റിൽ ഇന്ന് പുലർച്ചെ 2 വയസ്സ് പ്രായമായ പശുക്കുട്ടിയാണ് പുലി കൊന്നത്. വെള്ളാങ്കല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിൽ നിന്നും തീ കണ്ട് യാത്രക്കാർ ഇറങ്ങിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഇരയായ നിക്ഷേപകരുടെ പണം തിരികെ കിട്ടാനായിട്ടുള്ള കാത്തിരിപ്പ് നീണ്ടുപോകാൻ കാരണം ബാങ്കിന്റെ നടപടികളെന്ന് സൂചന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്നറിയിച്ചിട്ടും ബാങ്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് അറിയുന്നത്. ഇതുമൂലം നിയമക്കുരുക്കിൽപ്പെട്ട നിക്ഷേപകരാണ് വലയുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പ്രശ്നപരിഹാരത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. തട്ടിപ്പ് അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതാണ് പണം തിരികെ കിട്ടാനായിട്ടുള്ള നിക്ഷേപകരുടെ കാത്തിരിപ്പ് നീണ്ടുപോകാൻ ഇടയാക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിൽ ബാങ്കാണ് പ്രാഥമിക പരാതിക്കാരനെന്ന് PMLA അഥവാ പണമിടപാട് തടയൽ നിയമം കേസുകൾക്കായുള്ള പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കി. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യോഗ്യരായ ഉപഭോക്താക്കൾക്ക് അവരുടെ നിക്ഷേപങ്ങൾ പുനഃസ്ഥാപിക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്നും ED അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ഹാരിസൺ മലയാളം മുപ്ലി എസ്റ്റേറ്റിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. എലിക്കോട് ഫീൽഡ് ഓഫീസറുടെ വീടിന് സമീപത്തു നിന്നും 2 വയസ്സ് പ്രായമായ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. പുലിയും കാട്ടാനകളും തോട്ടം മേഖലയിൽ ആക്രമണം നടത്തുന്നത് പതിവായിരിക്കുകയാണ്. ഇതുമൂലം ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭയന്നാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വെള്ളാങ്കല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഭവം. കാറിൽ നിന്നും തീ കണ്ട യാത്രക്കാർ ഇറങ്ങിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വെള്ളാങ്കല്ലൂർ സ്വദേശി വെളപ്പകത്ത് ബിനുവും മറ്റൊരാളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർ ഇറങ്ങിയതിന് പിന്നാലെ കാർ പൂർണ്ണമായും കത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി പുഴയിൽ മുങ്ങി മരിച്ചു. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശി സുധീർ എന്ന 55 വയസ്സുകാരനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം. സുഹൃത്തുമായി ഇവിടെ എത്തിയ സുധീർ പുഴയിൽ നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആലുവയിലെ ദേശം പുറയാറിലെ വീട്ടിൽ നിന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറത്തിറങ്ങിയ 5 വയസ്സുകാരൻ ഓടിയത് ഏകദേശം 3 കിലോമീറ്ററോളം. മംഗലപ്പുഴ പാലത്തിന് സമീപമുള്ള ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുട്ടിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്ക് കൈമാറി. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു. പരിഭ്രാന്തിയിലായ വീട്ടുകാർ സമീപ പ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ആദ്യം അടുത്തുള്ള വീടുകളും വഴികളും പരിശോധിച്ചെങ്കിലും യാതൊരു സൂചനയും ലഭിക്കാതെ വന്നതോടെ നെടുമ്പാശ്ശേരി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ വ്യാപകമാക്കി. പോലീസും ബന്ധുക്കളും വീട്ടുകാരും ചേർന്ന കുട്ടിയെ തിരയുന്നതിനിടെ 3 കിലോമീറ്റർ ദൂരെയുള്ള ദേശം മംഗലപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും കുട്ടിയെ കണ്ടെത്തി. മംഗലപ്പുഴ പാലത്തിന് സമീപമുള്ള ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഒരു ചെറിയ കുട്ടി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഇദ്ദേഹം കുട്ടിയെ തടഞ്ഞു. പിന്നീട് കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചു. കുട്ടി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ദേശം കാലടി റോഡിലൂടെ നടന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച സമയത്താണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുട്ടിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്ക് കൈമാറി. മീഡിയ ടൈം, ആലുവ.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളാങ്കല്ലൂർ ഏരിയ വള്ളിവട്ടം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ലതിക ബ്രജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ വർഷവും സാന്ത്വനത്തിൽ അടയ്ക്കേണ്ട തുക കുറച്ച് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത്? 110 അല്ലേ കുട്ടി അടയ്ക്കുന്നുള്ളൂ. 90 രൂപ നമ്മുടെ മെമ്പർഷിപ്പ് അല്ലേ? കുട്ടീനെ വിളിച്ചോണ്ട് കുട്ടിക്ക് വിഷമൊന്നുമില്ലല്ലോ. അപ്പോ ഞാൻ കുട്ടീനെ വിളിക്കുള്ളൂ. കുട്ടികളെ വിളിക്കലാണ് നല്ലൊരു സംബോധനായ രീതി എന്നുള്ളത് കാണുക. പിന്നെ എന്റെ ആംബിഷൻ മുഴുവൻ ഒരു അധ്യാപകനാവുക എന്നുള്ളതാണ്. ആയിരുന്നു എനിക്ക് പഠിക്കുന്ന കാലത്തൊക്കെ ഞാനൊരു മാസ്റ്ററായി മാറണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ സ്കൂളിൽ പോകാത്തവരെ കോളേജിൽ കയറ്റാത്തവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? കോളേജിൽ അഡ്മിഷൻ ചോദിച്ചപ്പോഴാണ് സ്കൂളിൽ പഠിക്കാത്തവരോട് അമ്മ അപ്പോഴാണ് അറിയണത്. ഓക്കെ, അത് വായിച്ചാൽ ചിരിച്ചോളൂ. ചിരി വന്നാൽ ചിരി വരണം, കരച്ചിൽ വന്നാൽ കരയണം, ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കണം. യൂണിറ്റ് സെക്രട്ടറി ദിജ ബാബു, രജനി ദ്വാരകനാഥ്, മിനി പ്രസന്നൻ, രമ്യ സനീഷ്, ഷീജ ഉണ്ണികൃഷ്ണൻ, മിനി രാരി എന്നിവർ സംസാരിച്ചു. KPMS കാട്ടിക്കരക്കുന്ന് ശാഖാ പൊതുയോഗം നടന്നു. KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. സുബ്രഹ്മണ്യൻ കല്ലൂപ്പാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് VK ബാബു, ബിന്ദു അരുൺകുമാർ, ബിജു കുറ്റിവരമ്പത്ത്, PV ബിജു എന്നിവർ സംസാരിച്ചു. മാളത്തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ആദ്യ ദിവസം വിഗ്രഹ ഘോഷയാത്ര, ആചാര്യവരണം, വിഗ്രഹ പ്രതിഷ്ഠ, മാഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. ഇന്ന് ഭാഗവത പ്രാരംഭം, പുരാണ ഭാഗങ്ങൾ, സൂത ശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷിത് ജനനം, ശുഗാഗമനം, വിദ്രോദ്ധവ സംവാദം, വരാഹാവതാരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. സംഗമേശനാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 7 വരെയാണ് സപ്താഹയജ്ഞം. പിന്നെ മൂന്നാമത്തത് സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും കല്യാണ ഇരിപ്പിടമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഭാഗവതത്തിന് വാച്യാർത്ഥം എടുക്കരുത്. അതിന് ആന്തരാർത്ഥം സ്ത്രീയ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണികൾ എന്നർത്ഥം, പുംശ്ചലികൾ എന്നർത്ഥം, വേശ്യാവൃത്തി എന്നർത്ഥം. അതും കലിയുടെ ഇരിപ്പിടമാണ്. നാലാമത്തേത് സൂന, വധം. എവിടെ വധം നടക്കണ്ടോ അവിടെ കലിയുണ്ട്. ദ്യൂതം, പാന, സ്ത്രീയ, സൂന 4 ഭാഗങ്ങളിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കലി ചോദിച്ചത്, രാജാവേ, ഈ 4 സ്ഥലങ്ങൾ എനിക്ക് കിട്ടിയാൽ പോരാ, ആ 4 സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴി എനിക്ക് തരണം. നമ്മൾ സ്ഥലം മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ? പ്ലോട്ട് മേടിക്കുമ്പോൾ 10 സെന്റ് 5 സെന്റായിട്ട് മേടിക്കുമ്പോൾ അങ്ങോട്ട് വഴി വേണം. പെട്ടി ഓട്ടോറിക്ഷ കയറാനുള്ള വഴി പോരാ, ടിപ്പർ ലോറി കയറാനുള്ള വഴി വേണമെന്ന് പറയും നമ്മൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പണം തിരികെ കിട്ടാനായിട്ടുള്ള കാത്തിരിപ്പ് നീണ്ടുപോകാൻ കാരണം ബാങ്കിന്റെ നടപടികളെന്ന സൂചന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്നറിയിച്ചിട്ടും ബാങ്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ഹാരിസൺ മലയാളം മുപ്ലി എസ്റ്റേറ്റിൽ ഇന്ന് പുലർച്ചെ 2 വയസ്സ് പ്രായമായ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. വെള്ളാങ്കല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിൽ നിന്നും തീ കണ്ട് യാത്രക്കാർ ഇറങ്ങിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.